ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹോണ്ട ആക്റ്റീവോ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. ഇടയ്ക്ക് സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണ്ടേ. ഇപ്പോൾ നമ്മൾ വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതുമേ കിടക്കുന്നത് നല്ല ലൈനറാണ്. ഈ സർവീസ് കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒരു ചെറിയ ടൈറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിലൊക്കെ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ്, ലെവൽ കുറവായിരുന്നില്ല. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്ത്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് വലിയ പഴക്കമായിട്ടില്ല, പുതിയ ഫിൽറ്ററാണ്, ഓൾറെഡി കമ്പനി ഫിൽറ്റർ കിടക്കണം കേട്ടോ. അപ്പോൾ അത് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ചിനകത്ത് നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യണം. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ബെൻഡെക്സ്, ക്ലച്ച് യൂണിറ്റ്, ഇതൊക്കെ നമ്മൾ നോക്കി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും ബെൽറ്റും കമ്പനി ബെൽറ്റ് കിടക്കണേ, നിലവിൽ ഡാമേജ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിക്കർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ക്ലച്ച് യൂണിറ്റ് റീസെറ്റ് ആക്കാം. വേറെ പറയുന്നതൊക്കെ കംപ്ലൈൻറ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ പ്ലേ ഒക്കെ നോക്കി, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് ആണ്. കാർബേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബേറ്റർ അഴിക്കുന്നില്ല, കാരണം കാർബേറ്റർ അഴിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 500-550 നമുക്ക് ചിലവ് വരും. തന്നെയല്ല ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ താരതമ്യേന കംപ്ലയിൻറ്റ് കൂടുതലാണ്. അതായത് ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്, 20% എത്തനോളാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വണ്ടികളിലും കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാർബേറ്റർ അഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അഴിച്ച് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് റിപ്പീറ്റ് വീണ്ടും ഈ പറഞ്ഞ രീതിയുടെ ഓവർഫ്ലോൻ്റെ പ്രശ്നം, മിസ്സിങ് അങ്ങനെ എന്തെങ്കിലും കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം അങ്ങനെ കിടക്കട്ടെ, അങ്ങനെ ഓർഡർ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഒക്കെ കാണിച്ചിട്ട് നമുക്ക് കഴിച്ചാൽ മതി. അതേപോലെ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്ക് ഈ ലിങ്കിൻ്റെ ബുഷിൻ്റെ കോളർ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ചെറിയൊരു പ്ലേ കൂടുതലായിട്ട് ഉണ്ട്. അപ്പോൾ അത് അയച്ചിട്ട് ആ കോളർ ബുഷ് മാത്രം ഒന്ന് മാറ്റിയിടാം. ലിങ്കിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഷോക്കിൻ്റെ ബുഷിന് ഡാമേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോക്കിൻ്റെ ആ ഗ്രീൻ ബുഷ് മാറ്റി റീസെറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ലൈനറാണ്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ഫ്രണ്ടിലെ ടയറിൽ പുതിയ ടയർ അടക്കണേ. ഹബ്ബിനും ബെയറിങ്ങിനും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ബാറ്ററിയുടെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2022 മോഡൽ ബാറ്ററി വണ്ടിയും ഇരിക്കണേ. 2022 എന്ന് പറയുമ്പോൾ 2025-23 വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 13 വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നേരെ താഴേക്ക് വന്നിട്ടുണ്ട്, 8.65 ആ റേഞ്ചിലേക്കൊക്കെ ആയിട്ടുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് പോകുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാം, സെൽഫ് സ്റ്റാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. അത് ബാറ്ററിയുടെ ആണ് കേട്ടോ. പിന്നെ അതേപോലെ ഇപ്പോൾ സ്പാർക്ക് പ്ലഗും സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഏകദേശം അത്യാവശ്യം ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി കൂടുതൽ മാറ്റി വിടാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഏകദേശം നമുക്കൊരു 1 മണി 1:30 ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്തോളാം.